അന്നേരം OSPF ഫസ്റ്റ് നമ്മൾ ഈ സ്വിച്ചിൽ കോൺഫിഗർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ നെറ്റ്വർക്ക് രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഇന്റർഫേസിന്റെ ഈ ഒരു നെറ്റ്വർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്നാലേ ഈ ഒരു ലിങ്കിലും ആ OSPFന്റെ പ്രോസസ്സ് റൺ ചെയ്യത്തുള്ളൂ. അതേപോലെ തന്നെ ഈ റൗട്ടറിന്റെ കേസ് ആണെങ്കിലും ഈ രണ്ട് ലിങ്കിന്റെയും കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതേപോലെ ഈ ഒരു കോർ സ്വിച്ചിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് VLAN പ്ലസ് ഈ ഒരു ലിങ്കിന്റെ ഇത് പറഞ്ഞു കൊടുക്കണം. അന്നേരമാണ് OSPF റൺ ആവുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഏരിയ 0 വേണം ഇടാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആ കോൺഫിഗറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഇതിനകത്ത് ആദ്യം കോൺഫിഗ് ടെർമിനലിൽ പോവുക. എന്നിട്ട് ഇവിടെ റൗട്ടർ OSPF എന്നാണ് അതിന്റെ ആ ഒരു റൗട്ടിങ്ങിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ OSPFന്റെ പ്രോസസ് ID ഉണ്ട്. അപ്പൊ ഈ പ്രോസസ് ID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ മൾട്ടിപ്പിൾ OSPF ഒക്കെ ഇതിനകത്ത് റൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനെ ഓരോരോ പ്രോസസ് ആയിട്ട് മാറ്റിയിടാൻ പറ്റും. ഒരു റൗട്ടറിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ OSPF റൺ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഓരോ പ്രോസസ്സ് നമുക്ക് സെപ്പറേറ്റ് റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ OSPFന്റെ പ്രോസസ്സിനെയും യുണീക്കായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ് ID വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് 1 എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണം. നോർമലി നമ്മൾ OSPF 1 എന്നൊക്കെ ഉള്ള രീതിയിലായിരിക്കും ഇടാറുള്ളത്. എന്നിട്ട് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ നെറ്റ്വർക്കാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. എന്തൊക്കെയാണ് ആ നെറ്റ്വർക്ക് എന്നുള്ളത്. സോ ആ ഒരു നെറ്റ്വർക്ക് നമ്മളിവിടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആ OSPFന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ആവും. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു നെറ്റ്വർക്കും ഇതുമാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അന്നേരം നമുക്കിവിടെ നെറ്റ്വർക്ക് ഇവിടെ നമുക്ക് വേണ്ടത് നെറ്റ്വർക്ക് നമ്പറാണ്. അതായത് നമ്മുടെ ഐപിയുടെ ആ നെറ്റ്വർക്ക് ID ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പം 10.0.10.0 ഇതിൻ്റെ അകത്ത് നമുക്ക് അതിന്റെ സബ്നെറ്റ് മാസ്ക് അല്ലെങ്കിൽ OSPF വൈൽഡ് കാർഡ് ബിറ്റ് മാസ്ക് ആണ് നമുക്ക് വേണ്ടത്. സോ ഈ ബിറ്റ്സ് എന്ന് പറയുമ്പോൾ വൈൽഡ് കാർഡ് ബിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്നെറ്റ് മാസ്കിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ 0.0.0.255 എന്നിട്ട് എൻ്റർ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഇമ്പോർട്ടൻ്റ്ലി ഏരിയ പറഞ്ഞു കൊടുക്കണം. ഏത് ഏരിയയിലാണ് ഇതുള്ളതെന്നുള്ളത്. അപ്പോൾ ഏരിയ ഇതിപ്പോൾ നമുക്ക് ഏരിയയുടെ ഇവിടെ നമ്പർ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. സോ ബേസിക്കലി നമ്മൾ ഏരിയ 0 അപ്പം സിംഗിൾ ഏരിയ ആണെങ്കിൽ എപ്പോഴും ഏരിയ 0 തന്നെ പറഞ്ഞു കൊടുക്കണം. കാരണം എപ്പോഴും ഏതൊരു OSPFന്റെ പ്രോസസ്സിലും നമുക്ക് ഏരിയ 0 ഇമ്പോർട്ടൻ്റ്ലി ഉണ്ടായിരിക്കണം. അല്ലാതെ നമുക്ക് വേറെ ഏരിയാസ് ഒന്നും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പം കാരണം നമുക്കറിയാം ഇപ്പം മൾട്ടി ഏരിയ ആണെങ്കിൽ പോലും നെറ്റ്വർക്ക് ഒരു നെറ്റ്വർക്കിൽ നിന്ന് മറ്റൊരു നെറ്റ്വർക്കിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഏരിയയിൽ നിന്ന് മറ്റൊരു ഏരിയയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഏരിയ 0 വരണം. സോ അതാണ് ബാക്ക് ബോൺ. സോ ഇത് ഏരിയ 0 ആണ് വരുന്നത്. അപ്പം ബാക്ക് ബോൺ തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നത്.